നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. ആര്യ വിനോദ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ആര്യ, സംസ്കാര ചടങ്ങുകൾ നാളെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും മനീഷ, നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് രാത്രി 8 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നുള്ളതാണ്. ശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ പൊതുദർശനം ആരംഭിക്കും. പ്രധാനപ്പെട്ട നടന്മാരും സാംസ്കാരിക രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും എല്ലാവരും തന്നെ ഇവിടത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടി, ജയസൂര്യ അടങ്ങിയ ആൾക്കാരും അതുപോലെ തന്നെ സംവിധായകനായ രഞ്ജിത്ത് തുടങ്ങിയവരും ഇവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മന്ത്രിമാരും എല്ലാവരും തന്നെ ഈ വീട്ടിലേക്ക്, എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. 14 വർഷമായിട്ട് ശാന്തകുമാരി അമ്മ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് നിന്നും ഇവിടത്തേക്ക് എളമക്കരയിലെ വീട്ടിലേക്ക് താമസം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ 3 മാസമായിട്ട് രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു തുടർന്നിരുന്നത്. അതിനിടെയാണ് ഇന്ന് ഉച്ചയാകുമ്പോഴേക്ക് ഈ രോഗത്തിൻ്റെ അവസ്ഥ കൂടുകയും മരണം സംഭവിക്കുകയും ചെയ്ത്. നടൻ മോഹൻലാലും അതുപോലെ തന്നെ ഭാര്യ സുചിത്രയും കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഉടനെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ എല്ലാവരും എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 8 മണിയോടുകൂടി തന്നെ ഇവിടുന്ന് മൃതദേഹം കൊണ്ടുപോകും. നാളെ പൊതുദർശനത്തിന് ശേഷം 4 മണിയോട് കൂടിയായിരിക്കും സംസ്കാരം ചടങ്ങുകൾ എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആര്യ, നോക്കൂ, തനിക്ക് സന്തോഷം നൽകുന്ന എല്ലാ ഘട്ടങ്ങളിലും അമ്മയെക്കുറിച്ച് മോഹൻലാൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ പുരസ്കാരം അമ്മയുള്ളപ്പോൾ ആഘോഷിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒപ്പം തന്നെ മോഹൻലാലിനൊരു ട്രസ്റ്റ് ഉണ്ട്, ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അതിന് പേര് നൽകിയിരിക്കുന്നത് വിശ്വശാന്തി എന്നാണ്. അത് അമ്മയുടെയും അച്ഛൻ്റെയും പേര് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നൽകിയത്. ഇതിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ തമ്മിലുള്ളൊരു ആത്മബന്ധം, അതൊക്കെ തന്നെയല്ലേ നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പം ഈ മരണം സ്ഥിരീകരിക്കുന്ന സമയത്ത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ വീട്ടിലുണ്ടായിരുന്നു. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി. തീർച്ചയായിട്ടും അനീഷ, മരണം സ്ഥിരീകരിക്കുമ്പോൾ മോഹൻലാൽ വീട്ടിലുണ്ടായിരുന്നില്ല. അല്പസമയത്തിനകം തന്നെ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മോഹൻലാലും അമ്മയും തമ്മിലുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെയാണ് മോഹൻലാലിന് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, സിനിമാ ജീവിതത്തിൽ അടക്കം അത്രയും ശക്തിയും സന്തോഷവും ഒക്കെ നൽകിക്കൊണ്ട് കൂടെ നിന്ന ആ ഒരു വ്യക്തിയാണ് നഷ്ടമായിരിക്കുന്നത്. ദാദാസാഹേബ് പുരസ്കാരം ലഭിച്ചപ്പോഴും അദ്ദേഹം ഓടിയെത്തിയത് എളമക്കരയിലെ വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയാത്ത ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ഞാനും അമ്മയും സംസാരിക്കുന്നുണ്ട്, കണ്ണുകളിലൂടെ ഞങ്ങൾക്ക് സംസാരിക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത്രയും പ്രിയപ്പെട്ട ഒരാളെ തന്നെയാണ് മോഹൻലാലിനെ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കടം നമുക്ക് വാക്കുകളിലൂടെ ഒന്നും തന്നെ പറഞ്ഞാൽ മതിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അമ്മയും മകനും തമ്മിലുള്ള ചിത്രങ്ങൾ ഒക്കെ നമ്മൾ കുറച്ച് കാലത്തേക്ക് കാണാതിരുന്നപ്പോഴും പിന്നീട് കഴിഞ്ഞ വർഷമായിരുന്നു, പിറന്നാൾ ദിനത്തിലായിരുന്നു കുടുംബത്തോടൊപ്പമുള്ള ചിത്രം പങ്കുവയ്ക്കുകയുണ്ടായത്. അപ്പോൾ എന്ത് തിരക്കിലാണെങ്കിലും തൻ്റെ മകൻ ഇവിടെ ഒരു 2 ദിവസത്തിന് കൂടെ വിളിക്കുകയും അവിടത്തേക്ക് എങ്ങനെയെങ്കിലും എളമക്കരയിലെ വീട്ടിലേക്ക് അമ്മയെ കാണാൻ ഓടിയെത്തുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്രയും ഒരു ആത്മബന്ധം, അമ്മയും മകനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴം എത്രമാത്രമായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വ്യക്തിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ശരി. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി 90 വയസ്സായിരുന്നു, അന്തരിച്ചിരിക്കുന്നു. പൊതുദർശനം പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വീട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്കാണ്.